ഇപ്പം ഇന്ന് സൺഡേ ആയിട്ട് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞത് കുരുമുളക് പറിക്കലാണ് കേട്ടോ. യെസ്, കുരുമുളക് കുറച്ച് പറിക്കാനുണ്ട്. പപ്പ കുരുമുളക് പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അടയ്ക്കാമരത്തുമ്മ അടയ്ക്ക പറിക്കാനുണ്ട്. ഇതുമ്മ കയറി അടയ്ക്കൊക്കെ വലിക്കാനുണ്ട്. പപ്പയ്ക്ക് എന്നും പരാതിയാണ്, ഞാനൊന്നും വീട്ടിൽ ചെയ്യുന്നില്ല, വെറുതെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയാണ്, പണ്ടൊക്കെ ഒരുപാട് പപ്പേനെ സഹായിച്ചുകൊണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരാതിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, പ്രത്യേകിച്ച് പരിപാടിയില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ പറമ്പിൽ JCB ഒക്കെ വന്നിട്ട് എന്തൊക്കെയോ വീട് പണിയാനായിരിക്കും മേ ബി, ഇല്ലെങ്കിൽ കൃഷി ആവശ്യത്തിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ, അറിയില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ അതെ കുറച്ച് അടയ്ക്കൊക്കെ വലിക്കാനുണ്ട്. എന്താ നമുക്കൊരു 5-10 അടയ്ക്കാന്മാരുണ്ട്. അപ്പോൾ അതുമൊക്കെ അടയ്ക്ക ഭാഗമായിട്ട് കിടക്കുന്നുണ്ട്, അടയ്ക്ക വലിക്കാനുണ്ട്. പിന്നെ ഇതേ കുരുമുളക് പറിക്കാനുണ്ട്. പപ്പ നേരത്തെ വെയിലത്ത് തന്നെ നിന്ന് കുരുമുളക് പറിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഞാനും പപ്പയുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനും കുരുമുളക് പറിച്ചു തുടങ്ങിയിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനായിരുന്നു വീട്ടിലെ കംപ്ലീറ്റ് കുരുമുളക് വറക്കൽ, ജാതിക്ക് വറക്കൽ, പൊട്ടിക്കൽ, ഉണക്കൽ, അടയ്ക്ക വലിക്കൽ, തെങ്ങുമ്മ കയറുള്ള പരിപാടിയൊക്കെ. ഇപ്പോൾ നമ്മൾ പതിയെ മടി പിടിച്ചു തുടങ്ങി. കാരണം നമ്മൾ നമ്മുടെ തൊഴിൽ വേറെ മേഖലയിലേക്ക് മാറി. ആ സമയത്ത് പറഞ്ഞാൽ നമുക്ക് കയ്യിൽ കാശില്ലല്ലോ. അപ്പോൾ കാശിന് വേണ്ടി നമ്മൾ വീട്ടിലെ ഓരോ കാര്യങ്ങൾ ചെയ്യും. നമ്മൾ അപ്പടിയിൽ നിന്ന് കുറച്ച് കാശൊക്കെ അടിച്ചു മാറ്റും. ആ സെറ്റപ്പായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമുക്ക് നമ്മുടെ സ്വന്തം ബിസിനസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ പൈസയുടെ ആവശ്യം വരുന്നില്ല. പിന്നെ പൊതുവേ നെയ്ത്ത് പൊടിയും അതേപോലെ തന്നെ വെയിൽ കൊള്ളാനുള്ള മടിയൊക്കെയാണ് കാരണം. അപ്പോൾ പപ്പയ്ക്ക് എന്നും പരാതിയാണ്, ഞാനിപ്പോൾ പണ്ടത്തെ പോലെ ഒന്നും ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇത് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചു. പപ്പയ്ക്കും പ്രായമായി, ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ പപ്പ തന്നെ ഇരുന്ന് ചെയ്യും, പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങോട്ട് പോവാണ് കേട്ടോ. സൂപ്പർ കുരുമുളക്. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയ്ക്ക വലിക്കുക കേട്ടോ. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബോക്സുകളൊക്കെ കഴിഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലെ. അപ്പോൾ അതിന് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് നനയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അതൊന്നും നനയ്ക്കണം. അങ്ങനെ ഉള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെയാണ് മെയിനായിട്ട്. നമ്മൾ പൊട്ടിച്ച കുരുമുളക് കംപ്ലീറ്റ് മമ്മി ഇത് റെഡിയാക്കിയിട്ട് ക്ലീൻ ചെയ്ത് വെയിലത്തിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 മണിയായപ്പോഴേക്കും നമ്മുടെ പരിപാടികളൊക്കെ തീർന്നായിരുന്നു. പിന്നെ കുളിച്ച് റെഡിയായി. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. അപ്പോൾ ആൾക്ക് അടുത്ത ആഴ്ച വരുള്ളൂ. അപ്പോൾ ആൾക്ക് താമസിക്കാനൊരു വീട് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അപ്പോളേക്ക് സ്റ്റാഫ് നേഴ്സായിട്ടാണ് വരുന്നത്. അങ്ങനെ അപ്പോൾ അങ്ങനെ വീട് നോക്കാൻ പോയി. അപ്പോൾ ഹൗസ് ഓണർക്ക് തിരക്കായിരുന്നു പോകാനായിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല നമുക്ക്. അങ്ങനെ പിന്നെ അത് പോയി കഴിഞ്ഞ് വന്നു. പിന്നെ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ചെറിയൊരു ഡ്രിങ്ക് കഴിച്ചു. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കയറി കിടന്നപ്പോഴേക്കും അപ്പച്ചന് ആകെ ബുദ്ധിമുട്ടായി, ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അപ്പച്ചനും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി.
ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് തിരിച്ച് വന്നു നമ്മൾ. പിന്നെ നമ്മുടെ സ്ഥിരം കലാപരിപാടികളൊക്കെ തന്നെ. ചായ കുടിക്കാൻ പോയി. പിന്നെ പിള്ളേരുകളൊക്കെ വന്ന് കണ്ടു. മുക്കിൽ നമ്മൾ എല്ലാ ദിവസവും വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഇതുണ്ട്, ഞങ്ങളതിനെ മുക്കെന്ന് പറയാറ്. അപ്പം അവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അവരായിട്ട് വർത്താനം പറഞ്ഞു. അങ്ങനെ പോയി. അങ്ങനെ ഇന്നത്തെ ദിവസം ഷടേന്നും പറഞ്ഞ് പോയി.